നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് there is no polynomial f of n with integral coefficients, integers coefficients ആയിട്ട് വരുന്ന ഒരു പോളിനോമിയലും ഇല്ല that will produce primes for all integers n. ആ പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് വിചാരിച്ചാൽ, ഫംഗ്ഷൻ ആണല്ലോ പോളിനോമിയൽ ഫംഗ്ഷൻസ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കുമ്പോൾ അവിടെ ഇൻപുട്ട് ആയിട്ട് n ഏത് ഇന്റിജേഴ്സ് കൊടുത്താലും എല്ലായ്പ്പോഴും ഔട്ട്പുട്ട് ആയിട്ട് പ്രൈം നമ്പർ കിട്ടുന്ന എഫ് ഓഫ് എൻ എന്നൊരു പോളിനോമിയൽ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ suppose there is such a polynomial, suppose there is such a polynomial, there is such a polynomial f of n is equal to ak into n raised to k plus ak minus 1 n raised to k minus 1 plus ak minus 2 n raised to k minus 2 plus etc. plus a1n plus a0. Suppose there is a polynomial f of n is equal to ak into n raised to k plus ak minus 1 n raised to k minus 1 plus etc. plus a1 into n plus a0, where ak not equal to 0. എന്താണ് നമ്മളിപ്പോ എന്താണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? എടോ ഇപ്പോൾ എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ മീനിങ് എന്താ? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ട്, എന്നിന് ഏത് ഇന്റിജർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഓരോ സമയവും എഫ് ഓഫ് ദാറ്റ് ഇന്റിജർ എന്നിന്റെ പ്ലേസിൽ ഏത് ഇന്റിജർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എല്ലായ്പ്പോഴും അതിന്റെ ഔട്ട്പുട്ട് ഒരു പ്രൈം നമ്പർ ആയിരിക്കും. അതായത് ഇവിടെ എ കെ മൈനസ് 1 എന്നൊക്കെ പറയുന്നത് ആരാണ്? എ കെ മൈനസ് 1 എ കെ മൈനസ് 2 ഒക്കെ ആരാണ്ടോ? ആ ഇന്റിജേഴ്സ്, എല്ലാം ഇന്റിജേഴ്സ് ആണ്, എല്ലാം ഇന്റിജേഴ്സ് ആണ്. അങ്ങനെയല്ലേ അവർ പറയണേ, ഇന്റിജേഴ്സ് കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്ന പോളിനോമിയൽ ഫംഗ്ഷനിൽ ഓരോ സമയവും അവിടുത്തെ വേരിയബിൾ ആയിട്ടുള്ള എന്നിന് ഓരോരോ ഇന്റിജേഴ്സ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് ഒരിക്കലും പോളിനോമിയൽ കിട്ടരുത്. അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു ഫംഗ്ഷനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും, നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തു, കോൺട്രഡിക്ഷൻ മെത്തേഡ് ചെയ്യണം. എന്ത് ചെയ്തു? അങ്ങനെ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എൻ ഉണ്ട്, ഇന്റിജേഴ്സ് കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്ന ഒരു kth ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. ഈ kth ഡിഗ്രി പോളിനോമിയലിന്റെ പ്രത്യേകത എന്താ? എന്നിന് നിങ്ങൾ ഏത് ഇന്റിജർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എഫ് ഓഫ് എന്നിന്റെ പോലെ 1 കൊടുത്തു, എഫ് ഓഫ് 1 ഒരു പ്രൈം ആയിരിക്കും, ഒരു പ്രൈം കിട്ടും പി ഓഫ് 1. എഫ് ഓഫ് 2 കൊടുത്തു, 2 കൊടുക്കുമ്പോഴും പി ഓഫ് 2 p2 എന്നൊരു പ്രൈം കിട്ടും. എഫ് ഓഫ് 3 p3 എന്നൊരു പ്രൈം കിട്ടും. ഇങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെ കിട്ടും എന്ന് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? അതായത് ഒരു പോളിനോമിയൽ എഫ് ഓഫ് എൻ, ഒരു kth ഡിഗ്രി ഇന്റിജേഴ്സ് കോഎഫിഷ്യൻസ് ആയിട്ടുള്ള ഒരു kth ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയലിന്റെ ഔട്ട്പുട്ട് എല്ലായ്പ്പോഴും ഓരോ ഇന്റിജേഴ്സ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോഴും ആ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഓരോ പ്രൈംസ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി മനസ്സിലാവാത്തതുണ്ടോ? ശരി, അപ്പോ ഞാൻ ഒരു ഇന്റിജർ എടുത്തു, ലെറ്റ് ബി ഈസ് സം ഇന്റിജർ. ഒരു ഇന്റിജർ ബി എടുത്തു, ഏതോ ഒരു ഇന്റിജർ ആണ് ബി, ഒരു ആർബിട്രറി ഇന്റിജർ ആണ് ബി. ഒരു ആർബിട്രറി ഇന്റിജർ എടുത്താൽ ഓക്കെ, ബി ഒരു ആർബിട്രറി ഇന്റിജർ എടുത്തു. then എഫ് ഓഫ് ബി എന്തായിരിക്കും? നമ്മുടെ ഈ അസംഷൻ വെച്ച് എഫ് ഓഫ് ബി എന്തായിരിക്കും ഇവിടെ? എന്നിന് പകരം ബി കൊടുത്താൽ എഫ് ഓഫ് ബി എന്തായിട്ട് വരുള്ളൂ? ഒരു പ്രൈം ആയിട്ട് വരും, മസ്റ്റ് ബി എ പ്രൈം. The reason, since f of n is prime for every integer n, f of n is prime for all integer n.
അല്ലെ? ഫോർ ഓൾ ഇൻ ഇസഡ്. f of n is always prime. f of n is always prime. Since f of n is always prime, so f of b യും prime ആയിരിക്കും. കാര്യം f of n prime ആയതുകൊണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ f of b prime ആയതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നു? Let f of b is equal to p, where p is a prime number. അല്ലെ? കിട്ടുന്ന ആൻസറിനെ ഒരു പ്രൈം നമ്പർ p ആയിട്ട് എടുത്തു. ഇത്രയും നോട്ട് ചെയ്തോ, ഞാൻ അടുത്ത പേജിലോട്ട് പോവാണ്. എത്രയും പെട്ടെന്ന് നോട്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് there is no polynomial f of n with integral coefficients that will produce primes for all integers n എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം there is അല്ല, അങ്ങനെ ഒരു പോളിനോമിയൽ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ആ പോളിനോമിയലിന്റെ പേര് f of n എന്ന് എടുത്തു. f of n ഇങ്ങനെ എടുത്തു: a n k n raised to k plus b a k minus 1 n raised to k minus 1 plus etc plus a1 n plus a0, where is ak not equal to 0 for all ak minus 1 etc a1 a0 are all integers. ഇനി b എന്നൊരു ഇന്റിജർ എടുത്തു. f of b എപ്പോഴും എന്തായിരിക്കും? എന്നിന് പകരം എന്ത് കൊടുത്താലും, എന്നിന്റെ പ്ലേസിൽ എന്ത് ഇൻപുട്ട് ആയിട്ട് കൊടുത്താലും ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് പ്രൈം നമ്പർ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് ബിയും ഒരു പ്രൈം ആയിരിക്കും. ആ എഫ് ഓഫ് ബിനെ ഞാൻ എന്തെടുത്തു? പി എന്നെടുത്തു. പി ഇസ് എ പ്രൈം നമ്പർ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോടെ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ എഫ് ഓഫ് ബി പ്രൈം നമ്പർ അല്ലേ? നോക്ക്, ഇതല്ലേ എഫ് ഓഫ് എൻ. ഇവിടെ എഫ് ഓഫ് ബി കിട്ടുന്നത് എപ്പോഴാ? എഫ് ഓഫ് എന്നിൽ എന്നിന് പകരം ബി കൊടുക്കുമ്പോഴല്ലേ എഫ് ഓഫ് ബി കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്നിന് പകരം ബി കൊടുത്താൽ എന്താവും? എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എ കെ ഇൻറ്റു ബി റൈസ് ടു കെ പ്ലസ് എ കെ മൈനസ് 1 ഇൻറ്റു ബി റൈസ് ടു കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് a1 into b plus a0. അപ്പൊ എന്താവും? that is f of n. f of n എന്താണ്? ak into b raised to k plus f of b. എന്നിന് b കൊടുക്കാണ്. f of b is equal to ak into b raised to k plus ak minus 1 into b raised to k minus 1 plus etc plus a1b plus a0 അല്ലേ? ak into എന്നിന്റെ പ്ലേസിൽ b കൊടുത്തു. ഇവിടെ b, ഇവിടെ b, ഇവിടെ എല്ലായിടത്തും b കൊടുത്തു. അപ്പോ എഫ് ഓഫ് ബി കിട്ടിയല്ലോ. എഫ് ഓഫ് ബി എഴുതിക്കോ. ഇതല്ലേ പി എന്ന് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് ബിനല്ലേ നമ്മൾ പി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ എഫ് ഓഫ് എന്നിൽ എന്നിന്റെ പ്ലേസിലാണ് ബി കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് ബി ഇസ് ഈക്വൽ ടു പി എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പ്രൈം നമ്പർ.
അപ്പോ ഇതിനെ പി എന്ന് എടുക്കാം. ഇതിനെ എഫ് ഓഫ് ബി പി ആയതുകൊണ്ട് ഇത്രയും പി എന്ന് വിളിക്കാമല്ലോ. ലെറ്റ് ടി ബി an arbitrary integer. ടി ഒരു ആർബിട്രറി ഇൻറ്റിജർ ആണ്. ടി ഒരു ആർബിട്രറി ഇൻറ്റിജർ ആണെങ്കിൽ then f of b plus pt ഇങ്ങനെ എടുക്കുകയാണ്. എഫ് ഓഫ് ബി പ്ലസ് പി ടി എന്തായിരിക്കും? എഫ് ഓഫ് എൻ നമുക്ക് അറിഞ്ഞൂടെ? എഫ് ഓഫ് എൻ അറിയില്ലേ? ഇതല്ലേ എഫ് ഓഫ് എൻ, ഇതല്ലേ എഫ് ഓഫ് എൻ. എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ എന്നിന് ബി കൊടുത്തു. അപ്പൊ എഫ് ഓഫ് ബി പ്ലസ് പി ടി എന്തായിരിക്കും? എന്നിന്റെ പ്ലേസിൽ ഇവിടെ എന്നിന്റെ പ്ലേസിൽ ബി പ്ലസ് പി ടി കൊടുക്കുക. അപ്പൊ എന്താവും? എടുത്ത് കൊടുത്തു നോക്കി എഴുതിക്കുക അവിടെ. എ കെ ഇൻറ്റു എന്നിന്റെ പ്ലേസിൽ ബി പ്ലസ് പി ടി റൈസ് ടു കെ പ്ലസ് എ കെ മൈനസ് വൺ ഇൻറ്റു എന്നിന്റെ പ്ലേസിൽ ബി പ്ലസ് പി ടി റൈസ് ടു കെ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് a1 into b എന്നിന്റെ പ്ലേസിൽ b plus pt. അപ്പോൾ f of b plus pt is equal to ak into എന്നിന്റെ പ്ലേസിൽ b plus pt raised to k plus ak minus 1 into അവിടെ n ഉണ്ട്. n റൈസ് ടു കെ മൈനസ് വണ്ണിന് പകരം എന്നിന്റെ പ്ലേസിൽ ബി പ്ലസ് പി ടി റൈസ് ടു കെ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ വൺ ഇൻറ്റു ബിക്ക് പകരം അല്ല എന്നിന് പകരം ബി പ്ലസ് പി ടി പ്ലസ് എ സീറോ. അതായത് ഇതാണ് എഫ് ഓഫ് എൻ. ഈ എഫ് ഓഫ് എന്നിലെ എന്നിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുത്തു? ബി പ്ലസ് പി ടി കൊടുത്തു. ശരിയാണോ? മനസ്സിലായോ? കൊടുത്തല്ലോ അല്ലേ? എഫ് ഓഫ് എന്നിന്റെ പ്ലേസിൽ ബി പ്ലസ് പി ടി കൊടുത്തെഴുതിയല്ലോ. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്തായിരിക്കും ഇവിടെ? എ കെ ഇൻറ്റു എന്താ? ബി പ്ലസ് പി ടി ദ ഹോൾ റൈസ് ടു കെ. ബി പ്ലസ് പി ടി ദ ഹോൾ റൈസ് ടു കെ എന്താ? ബി റൈസ് ടു കെ പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എൻ എന്താ? എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എൻ ഈസ് എക്സ് റൈസ് ടു എൻ പ്ലസ് എൻ സി വൺ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ വൈ പ്ലസ് എൻ സി ടു എക്സ് റൈസ് ടു എൻ മൈനസ് ടു വൈ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് y റൈസ് ടു n എന്നല്ലേ? അപ്പോ ഇവിടെ എ എക്സിന്റെ പ്ലേസിൽ ഇവിടെ ബി, ഇവിടെ വൈന്റെ പ്ലേസിൽ ഇവിടെ പി ടി. അപ്പോ എക്സിന്റെ പ്ലേസിൽ ബിയും വൈന്റെ പ്ലേസിൽ പി ടി. അപ്പോ എക്സിന്റെ പ്ലേസിൽ ബി, വൈന്റെ പ്ലേസിൽ പി ടി. ബി റൈസ് ടു കെ എന്നിന്റെ പ്ലേസിൽ കെ ആണ്. ബി റൈസ് ടു കെ പ്ലസ് കെ സി വൺ ബി റൈസ് ടു കെ മൈനസ് വൺ പി ടി. അതിന് ശേഷമുള്ള ടേംസ് എഴുതുന്നില്ല, തൽക്കാലം നമുക്ക് അവിടെ ആവശ്യമില്ല. പ്ലസ് പി റൈസ് ടു കെ ടി റൈസ് ടു കെ. ഇത്രയുമാണ് ഇയാളുടെ എക്സ്പാൻഷൻ. ബി പ്ലസ് പി ടി ദ ഹോൾ റൈസ് ടു കെന്റെ എക്സ്പാൻഷൻ. x plus y the whole raised to n in the expansion ആണ് x raised to n plus nc1. ആക്ച്വലി nc1 എത്രയാണ്? അതും കൂടി അങ്ങ് പറയാം. What is nc1? nc1 എന്നാ? അപ്പൊ kc1 എത്രയാ? k. നമുക്ക് അവിടെ k മാത്രം എഴുതിയാൽ മതി. ചുമ്മാ എന്തിനാ? k into plus ak minus 1 into ബ്രാക്കറ്റിനകത്ത് വീണ്ടും
ഇതിന്റെ എക്സ്പാൻഷൻ b plus pt raised to k minus 1 ന്റെ എക്സ്പാൻഷൻ. വാട്ട് ഈസ് expansion of b plus pt raised to k minus 1? b plus pt raised to k minus 1 ന്റെ എക്സ്പാൻഷൻ b raised to k minus 1. n ന്റെ പ്ലേസിൽ k minus 1 അത്രയേ ഉള്ളൂ. പ്ലസ് k minus 1 c1, അത് k minus 1 തന്നെയാണ്. k minus 1 c1 എന്നത് k minus 1 തന്നെയാണ്. k minus 1 k minus 1 into കാര്യമില്ല, നമുക്ക് ഇതിന് ശേഷമുള്ള എക്സ്പാൻഷൻസിന്റെ ആവശ്യമില്ല, പറഞ്ഞു പോയാൽ മതി. ak minus 1 ak minus 1 b plus pt ഇവിടെ b raised to k minus 1 എക്സ്പാൻഡ് ചെയ്യാം. പ്ലസ് k minus 1 c1 k minus 1 b raised to k minus 2 into pt plus etc plus p raised to k minus 1 into t raised to k minus 1. So ak minus 1 into b plus pt the whole raised to k minus 1 expand ചെയ്തു. b raised to k minus 1 plus k minus 1 into b raised to k minus 2 pt plus etc. അടുത്ത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. പ്ലസ് എക്സെട്ര പ്ലസ് a1b plus a1pt plus a0. ഇത്രയും ടേംസ് എടുത്തു. എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കുക. എത്രയും എഫ് ഓഫ് ബി നിങ്ങൾ എഴുതിയല്ലോ. എഫ് ഓഫ് ബി ഇങ്ങനെ എഴുതി. ടി ഒരു ആർബിട്രറി ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ബിന്റെ പ്ലേസിൽ ബി പ്ലസ് പി ടി കൊടുത്തു. ബിന്റെ പ്ലേസിലല്ല, ഇത് നോക്കിയാൽ മതി. എഫ് ഓഫ് എൻ ഇതാണ്. ഇവിടെ എന്നിന്റെ പ്ലേസിൽ ബി പ്ലസ് പി ടി കൊടുത്തു. അപ്പോ ബി പ്ലസ് പി ടി റൈസ് ടു കെ, ബി പ്ലസ് പി ടി റൈസ് ടു കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ബി പ്ലസ് പി ടി. ബി പ്ലസ് പി ടി റൈസ് ടു കെ എഴുതിയല്ല, ബി റൈസ് ടു കെ പ്ലസ് കെ ബി റൈസ് ടു കെ മൈനസ് 1 പി ടി പ്ലസ് എക്സെട്ര പ്ലസ് ടി റൈസ് ടു കെ ടി റൈസ് ടു കെ. ഇവിടെ ബി പ്ലസ് പി ടി റൈസ് ടു കെക്ക് എ പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ. എക്സിന്റെ പ്ലേസിൽ ബി, വൈന്റെ പ്ലേസിൽ പി ടി, എന്നിന്റെ പ്ലേസിൽ കെ. ഇവിടെയും ബി പ്ലസ് പി ടി റൈസ് ടു കെ മൈനസ് 1ന്റെ പ്ലേസിൽ എക്സിന്റെ പ്ലേസിൽ ബി, വൈന്റെ പ്ലേസിൽ പി ടി, എന്നിന്റെ പ്ലേസിൽ കെ മൈനസ് 1. അതും എക്സ് പ്ലസ് വൈ ദ ഹോൾ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും. എക്സ് പ്ലസ് വൈ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ. എക്സ് പ്ലസ് വൈ റൈസ് ടു എൻ. എക്സിന്റെ പ്ലേസിൽ ബി, വൈന്റെ പ്ലേസിൽ പി ടി, എന്നിന്റെ പ്ലേസിൽ കെ. b raised to k plus kc1 is k into b raised to k minus 1 pt plus etc plus p raised to t raised to k plus ak minus 1 into b plus pt raised to k minus 1 അങ്ങനെ എഴുതി. b raised to k minus 1 plus k minus 1 b raised to k minus 2 pt plus etc plus p raised to അവസാനം pt raised to k minus 1 is p raised to k minus 1 into t raised to k minus 1 plus ഇവിടെ ബ്രാക്കറ്റ് മാറ്റി a1b plus a1pt plus a0. That is f of
എഫ് ഓഫ് ബി പ്ലസ് പി ടി എഫ് ഓഫ് ബി പ്ലസ് പി ടി ഇസ് ഈക്വൽ ടു നോക്കുക, ഞാൻ ഇതിൽ എ കെ ബി റൈസ് ടു കെ, എ കെ ഇൻറ്റു ബി റൈസ് ടു കെ മാത്രം കൊടുക്കുകയാണ്. എ കെ ഇൻറ്റു ബി റൈസ് ടു കെ പ്ലസ് ഇവിടുന്ന് ഈ ടേം മാത്രം എ കെ മൈനസ് വൺ ഇൻറ്റു ബി റൈസ് ടു കെ മൈനസ് വൺ, ഈ എ കെ ഇവിടുന്ന് ഈ ടേം മാത്രം എടുത്തോളെ, എ കെ ബി റൈസ് ടു കെ, ഇവിടുന്ന് എ കെ മൈനസ് വൺ ബി റൈസ് ടു കെ മൈനസ് വൺ ആ ടേം മാത്രം എടുക്കണേ, എ കെ മൈനസ് വൺ ബി റൈസ് ടു കെ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് ഈ ടേം എടുക്കുന്നു, എ വൺ ബി പ്ലസ് എ സീറോ അത്ര എടുക്കും, എ വൺ ബി പ്ലസ് എ സീറോ അത്ര ഞാൻ എടുത്തു. ഇനി നോക്കിയേ, ഇനി ഞാൻ ഈ ടേം എടുത്തോളൂ, ഇവിടുന്ന് ഈ ടേം എടുത്തു, ഇവിടുന്ന് ഈ ടേം എടുത്തു, ഇവിടുന്ന് ഈ ടേം എടുത്തു, പിന്നെ ലാസ്റ്റ് ഈ ടേം എടുത്തു. ഇനി നോക്കിയേ, ഇതില്ലാത്ത ടേംസ് ആരൊക്കെയാ, ഇത് ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസ് ആരൊക്കെയാ, പ്ലസ് ഇത് ഒഴികെയുള്ള ടേംസ് ആരാ, ഇവിടെയാണെങ്കിൽ ആര് വരും, എ കെ ഇൻറ്റു കെ ഇൻറ്റു ബി റൈസ് ടു കെ മൈനസ് വൺ പി ടി. അടുത്ത് ഇവിടെ കെ മൈനസ് വണ്ണിന്റെ ടൈം നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു, അപ്പൊ ഇവിടെ ഇന്ന് കെ മൈനസ് വൺ ടൈം എടുക്കണ്ട, ഇവിടെ കെ മൈനസ് ടുന്റെ ടൈം എടുക്കാം. ഏതാ, എ കെ മൈനസ് വൺ കെ മൈനസ് വൺ ഇൻറ്റു ബി റൈസ് ടു കെ മൈനസ് ടു പി ടി. അടുത്ത് ഇവിടെ നിന്ന് എ വൺ പി ടി. ഓക്കെ, ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെയും പി ടി ഉണ്ട്, പി ഉണ്ട്, ഇവിടെയും പി ടി ഉണ്ട്, എല്ലാത്തിലും ഇനി എടുക്കാനുള്ള എല്ലാ ടേംസിലും നമ്മൾ എടുത്ത ടേം ഒഴികെ ബാക്കി എല്ലാ ടേംസിലും പി ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു പി ഔട്ട്സൈഡ് എടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതുകയാണ്, പി ഇൻറ്റു ഇവിടെ എ കെ ബി റൈസ് ടു കെ മൈനസ് വൺ പ്ലസ്, ഞാൻ അടുത്ത ടൈം ഒന്നും എഴുതുന്നില്ല, ലെങ്ത് ആണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല ആ ടൈം ഒന്നും. അടുത്ത് എഴുതേണ്ടതാണ് എ കെ മൈനസ് വൺ കെ മൈനസ് വൺ ബി റൈസ് ടു കെ മൈനസ് ടു പി ടിയിൽ പി പുറത്തെടുത്തു ടി, അത് വരും. അപ്പൊ ഇവിടെ നിന്ന് കെ ഇവിടുന്ന് പുറത്തെടുത്ത് തരാം, കെ ബി റൈസ് ടു കെ മൈനസ് വൺ എ കെ ബി റൈസ് ടു കെ മൈനസ് വൺ പി ടിയിൽ പി പുറത്തെടുത്തു പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ ഉള്ളത് പി പുറത്തെടുത്തല്ലോ, ഇവിടെ നിന്ന് പി പുറത്തെടുത്തു, എ വൺ ടി ആണ്, എ വൺ ടി അപ്പോ ഇത്രയും ആരാടെ. അപ്പൊ ഞാന് ബാക്കി എല്ലാ ടേമിലും പി ഉണ്ട്, അപ്പൊ പി ഒഴികെ പി കോമൺ എടുത്തിട്ട് ബാക്കി എല്ലാ ടേംസിനും ഞങ്ങൾ എഴുതും. അപ്പൊ ബാക്കി എല്ലാ ടേംസും ആദ്യത്തെ അവസാനത്തെ ടേം മാത്രമേ ഇവിടെ എഴുതിയുള്ളൂ, ബാക്കി എല്ലാ ടേം ഇതിനിടയിൽ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഇവിടെയുള്ള ആപ്പാടെ ഇവിടെ നിന്ന് ഈ ടേം ഇവിടെ എടുത്തു, ഈ ടേമിന് ഇവിടെ എടുത്തു, ഇവിടുന്ന് ഈ ടേമിന് ഇവിടെ എടുത്തു, അടുത്ത ഈ ടേമിന് ബാക്കിയുള്ള ടേംസ് എല്ലാം ഇവിടെ ഇതിനകത്തുണ്ട്, ഇവിടെ എല്ലാ ടേംസും. അതുപോലെ തന്നെ അവസാനം ഈ ടേം എ വൺ പി ടിയിൽ പി പുറത്ത് കിടക്കുന്നു. അപ്പൊ എന്തായി, എഫ് ഓഫ് ബി പ്ലസ് പി ടി ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കിയേ ഇത്രയും എന്താണോ, എ കെ ബി റൈസ് ടു കെ പ്ലസ് എക്സെട്ര പ്ലസ് എ വൺ ബി പ്ലസ് എ സീറോ, ഇത്രയും എന്താണ്, ഇതാ കിടപ്പില്ലേ, ഇതാ കിടപ്പുണ്ടല്ലോ, അതാരാ, അതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്താലേ അത്രയും പി അല്ലേ, അതിന് പകരം എന്ത് കൊടുക്കാം, പി എന്ന് കൊടുക്കാം. എത്രയ്ക്കും പകരം, ഇത്രയ്ക്കും പകരം
ഇക്വേഷൻ നമ്പർ 1 വെച്ചിട്ട് പി എന്ന് കൊടുക്കാം. ശരിയാണല്ലോ? പ്ലസ് ഇതാ ഇവിടെ ഒരു കിടപ്പുണ്ടല്ലോ പി, ഇതാ ഇവിടെ കിടപ്പുണ്ടല്ലോ പി. ഈ പി ഈ ടേം കഴിഞ്ഞു, ഈ ടേമിന്റെ കാര്യം കഴിഞ്ഞു. അപ്പൊ അവിടെ വേണമെങ്കിൽ എന്താ ആ കളറിന് കൊടുക്കാം പി പ്ലസ്, ഈ പ്ലസ് ആണ് ഇവിടെ ഇട്ടെ. അപ്പൊ ഇത്രയും ടേം ആണ് പി, ഈ പ്ലസ് ടു പ്ലസ് പി ഇൻറ്റു നോക്കണേ ഈ പച്ച ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഇത്രയിനെ ഞാൻ ഒരു ജി ഓഫ് ടി എന്ന് വിളിക്കാൻ, അത്രയിനെയും ചേർത്ത് ഞാൻ ജി ഓഫ് ടി എന്ന് വിളിക്കാണ്, പി ഇൻറ്റു ജി ഓഫ് ടി. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. യൂസിങ് വൺ എന്ന് എഴുതിയത് പി ആണല്ലേ. ആൻഡ് ജി ഓഫ് ടി എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? ആൻഡ് ജി ഓഫ് ടി ആൻഡ് ആരാ? ഇക്വേഷൻ 1 അല്ലേ? ജി ഓഫ് ടി using equation 1 and g of t is equal to k a k b raised to k minus 1 plus etc plus a1t. അപ്പോ ഈ ഫംഗ്ഷൻ, ഈ ബ്രാക്കറ്റിനകത്ത് കിടന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ജി ഓഫ് ടി എന്ന് വിളിച്ചത്. ഇത്ര എഴുതാൻ മടി കാണിച്ചിട്ട് ഞാൻ ജി ഓഫ് ടി എന്ന് വിളിച്ചു. ഇത്രയ്ക്കും പകരം പി, അത് ഇക്വേഷൻ നമ്പർ 1 എഫ് ഓഫ് ബി ആണ്, പി ആണ്, പി പ്ലസ് പി ജി ഓഫ് ടി. അപ്പോ എഴുതി കഴിഞ്ഞോ? ഇത്രയും എഴുതി കഴിഞ്ഞോ? ഇത് എഴുതുന്നുണ്ടോ നിങ്ങള്? ഹലോ, എഴുതിക്കോ. എഴുതി കഴിഞ്ഞിട്ട് പറയണേ പെട്ടെന്ന്. അവിടെ there is no polynomial f of n with integral coefficients that will produce primes for all integers n. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. There is no polynomial f of n with integral coefficients that will produce primes for all integers n. എല്ലായ്പ്പോഴും പ്രൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോളിനോമിയൽ ഇല്ല എന്നാണ്. കാരണം പോളിനോമിയലിലെ ഇൻപുട്ടിന് വരെ ഓരോ ഇന്റിജേഴ്സ് കൊടുക്കുമ്പോഴും ഔട്ട്പുട്ടായിട്ട് എപ്പോഴും പോളിനോമിയൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പോളിനോമിയൽ ഇല്ല. അങ്ങനെ ഒരു പോളിനോമിയൽ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള മുഴുവൻ പോളിനോമിയൽ എടുത്ത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ നേരമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? അങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. അതിന്റെ ജനറൽ ഫോം എടുത്തു. അതിന്റെ ജനറൽ ഫോം എടുത്തിട്ട് ഏത് ഇന്റിജർ കൊടുത്താലും പി എന്നൊരു ഏത് ഇന്റിജർ കൊടുത്താലും പ്രൈം കിട്ടും എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ ബി എന്നൊരു ഇന്റിജർ കൊടുത്താലും പ്രൈം പി കിട്ടും.
ഇപ്പൊ സ്റ്റാൻഡേർഡ് പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ഒരു പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? ഒരു നമ്പർ ഇൻറ്റു എക്സ് റൈസ് ടു കെ പ്ലസ്, അല്ലെ, ഒരു പോളിനോമിയൽ ഡിഗ്രി കെ ആണെങ്കിൽ അല്ലെ, ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആണെങ്കിൽ ഒരു നമ്പർ ഇൻറ്റു എക്സ് റൈസ് ടു n പ്ലസ് വേറൊരു നമ്പർ ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1, അങ്ങനെയല്ലേ പോളിനോമിയൽ വേണം. ഇവിടെ അങ്ങനെ എടുത്തു. ഇവിടെ എന്നിലാണ് പോളിനോമിയൽ എടുത്തതേ ഉള്ളൂ, അല്ലെ, ഇവിടെ എന്നിലാണ് പോളിനോമിയൽ എടുത്തതേ ഉള്ളൂ. ഇവിടെ അപ്പൊ എഫ് ഓഫ് ബി ഒരു പ്രൈം കിട്ടുമെന്ന് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. ബി എന്ന പി എന്നൊരു പ്രൈം കിട്ടും. ഇനി എഫ് ഓഫ് ബി പ്ലസ് പി ടി കൺസിഡർ ചെയ്യും. എഫ് ഓഫ് ബി പ്ലസ് ടി കൺസിഡർ ചെയ്യും. then consider f of b plus pt. f of b plus pt കൺസിഡർ ചെയ്യുമ്പോൾ f of n-ലെ n-ന്റെ പ്ലേസിൽ b plus pt കൊടുക്കും. f of n-ലെ n-ന്റെ പ്ലേസിൽ b plus pt കൊടുക്കും. ഇവിടെ b plus pt റൈസ് ടു k, x plus y റൈസ് ടു n-ന്റെ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യും. ഇവിടെ b plus pt റൈസ് ടു k മൈനസ് 1, x റൈസ് ടു n മൈനസ് 1-ന്റെ എക്സ്പാൻഷന്റെ ഫോർമുല അപ്ലൈ ചെയ്യും. ബൈനോമിയൽ തിയറം പ്ലസ് a1 ഇവിടെ എടുത്തു. ഇനി എല്ലാത്തിന്റെയും ഈ ഇതുപോലുള്ള എല്ലാ ടേമുകളുടെയും എല്ലാ എക്സ്പാൻഷൻസിന്റെയും ഫസ്റ്റ് ടേം മാത്രം കൊടുക്കും. കാരണം അതിങ്ങനെ എടുക്കാൻ കാര്യം ഇത് ഇത്രയും ബി ആയിട്ട് എഴുതാൻ പറ്റത് കൊണ്ടാണ്. ഷിജിൻ എഴുതിയാടേ? ഷിജിൻ എഴുതിയാ? എഴുതി കഴിഞ്ഞാ? അടുത്ത പേജ് എടുക്കട്ടാ. ak b raised to k, ak minus 1 b raised to k minus 1 ടൈംസ് ഒക്കെ ഇവിടെ എടുത്തു. So that is f of b plus pt എന്തായി? is equal to p plus p into gt അല്ലെ? ഓ f of b plus pt is equal to p കോമൺ എടുത്താലോ p into 1 plus gt is equal to multiple of p അല്ലേ? multiple of p അല്ലേ? നമ്മൾ x is equal to multiple of n എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതാ? n divides x എന്നല്ലേ? ഓർമ്മയല്ലേ? x is equal to multiple of n ആണെങ്കിൽ n divides x എന്നല്ല നമ്മൾ പറയണേ. അപ്പോൾ multiple of p, that is p divides f of b plus pt. ശരിയാണല്ലോ? p divides f of b plus pt. So f of b plus pt is a multiple of p. So p divides f of b plus pt. അപ്പോൾ നമുക്കറിയാം f of p plus pt എന്താണ്? പ്രൈമാണ് അല്ലെ? From our assumption എല്ലാ ഔട്ട്പുട്ടും പ്രൈം എന്നല്ലേ? f of b plus pt is also prime അല്ലെ?
എഫ് ഓഫ് ബി പ്ലസ് പി ടിയും ഒരു പ്രൈമാണ്. ടി ഒരു ആർബിട്രറി ഇന്റിജർ ആണ്. അപ്പൊ ബിനോട് പിയും ഇന്റിജർ ആണ്, ടിയും ഇന്റിജർ ആണ്, പിയും ഇന്റിജർ ആണ്, ടിയും ഇന്റിജർ ആണ്, ബിയും ഇന്റിജർ ആണ്. അപ്പൊ ബി പ്ലസ് പി ടി മറ്റൊരു ഇന്റിജർ ആണ്. അപ്പൊ മറ്റൊരു ഇന്റിജർക്ക് എഫ് ഓഫ് എഫിന്റെ മറ്റൊരു ഇന്റിജറിന്റെ ഔട്ട്പുട്ടും പ്രൈമാണ്. ഈ പ്രൈമിനെ പി കൊണ്ട് പി ഡിവൈഡ്സ് ഈ പ്രൈം ആണ്. അപ്പൊ ഇതും പ്രൈമാണ്, പിയും പ്രൈം ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്ന് പറഞ്ഞേ. എഫ് ഓഫ് ബി പ്ലസ് പി ടി പ്രൈം നമ്പറാണ്, പി പ്രൈം നമ്പറാണ്, പി ഡിവൈഡ്സ് എഫ് ഓഫ് ബി പ്ലസ് പി ടി ആണ്. അപ്പോ ഇവ തമ്മിലുള്ള ബന്ധം എന്താ? അസംഷൻ അനുസരിച്ച് പി എഫ് ഓഫ് ഇത് പ്രൈം ആണെന്നേ. ഒരു പ്രൈം ഡിവൈഡ്സ് വേറൊരു പ്രൈം എന്ന് വെച്ചാലോ ആലോചിക്കുന്നേ. ഒരു പ്രൈം 5 ഡിവൈഡ്സ് 7 വരില്ലല്ലോ. ഒരു പ്രൈം ഡിവൈഡ്സ് മറ്റൊരു പ്രൈം വരുന്നത് എപ്പോഴും മാത്രമാണ് രണ്ട് പ്രൈമും സെയിം ആകുമ്പോൾ മാത്രമല്ലേ. ശരിയാണോ? ദസ് എന്ത് പറയാം, രണ്ടും പ്രൈമാണ്. പിയും പ്രൈമാണ്, എഫ് ഓഫ് ബി പ്ലസ് പി ടിയും പ്രൈമാണ്. അപ്പോ ഈ പി ഡിവൈഡ്സ് എഫ് ഓഫ് ബി പ്ലസ് പി ടി എന്ന് പറഞ്ഞത് കൊണ്ട് എഫ് ഓഫ് ബി അല്ലേ പി എന്ന് പറഞ്ഞേ, എഫ് ഓഫ് ബി തന്നെയാണ് പി, ആ പി തന്നെയാണ് എഫ് ഓഫ് ബി പ്ലസ് പി ടി. കാരണം എന്താ? എഫ് പി ഡിവൈഡ്സ് എഫ് ഓഫ് ബി പ്ലസ് പി ടി, എഫ് ഓഫ് ബി പ്ലസ് പി ടി പ്രൈമാണ്. അപ്പൊ ഇത് പ്രൈമാണ്, ഇത് പ്രൈമാണ്, ഈ പ്രൈമിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ, രണ്ട് പ്രൈമും ഈക്വൽ ആയേ പറ്റും. എഫ് ഓഫ് ബിയും എഫ് ഓഫ് ബി പ്ലസ് പി ടിയും സെയിം ആയല്ലോ, പി ആയല്ലോ. ഓക്കെ, ടി എന്ന് വെച്ചാൽ ആർബിട്രറി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മള്. ടി ഒരു ആർബിട്രറി ഇന്റിജർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടിക്ക് പകരം 1 കൊടുത്താലും, ടിക്ക് 2 കൊടുത്താലും, ടിക്ക് 3 കൊടുത്താലും, ടിക്ക് 4 കൊടുത്താലും, ടിക്ക് എന്ത് കൊടുത്താലും ബി പ്ലസ് പി ടിന്റെ എഫ് വഴിയുള്ള ഔട്ട്പുട്ട് പി തന്നെയാണ്. എഫ് ഓഫ് ബി പ്ലസ് പി ടിയും പി തന്നെയാണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് ബി പ്ലസ് പി ടി ഇസ് ഈക്വൽ ടു പ്രൈം കിട്ടുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചോയ്സസ് ഈ പോളിനോമിൽ ഉണ്ടെന്നല്ലേ. എഫ് ഓഫ് ബി പ്ലസ് പി ടി പ്രൈം ആയതുകൊണ്ട് എന്നിന് പകരം ബി പ്ലസ് പി ടി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബി പ്ലസ് പി ടീസ് ഉണ്ട് അല്ലെ. ടി മാറിക്കൊണ്ടിരിക്കും, ബിയും പിയും മാത്രമേ ഫിക്സഡ് ആയിട്ടുള്ളൂ. ടി ചേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബി പ്ലസ് പി ടി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ബി പ്ലസ് പി ടിക്കും ഇവിടെ ഓരോരോ ഔട്ട്പുട്ടുകളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഔട്ട്പുട്ടുകളും പി എന്ന പ്രൈമാണ്. എന്ന് വെച്ചാൽ ഈ പോളിനോമിയലിനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്, കാരണം ടി ഇൻഫിനിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാലോ. ടി ഇൻഫിനിറ്റി മീൻസ് ടിക്ക് ഇൻഫിനിറ്റി ചോയ്സസ് ഉണ്ടല്ലോ. ടി ഒരു ആർബിട്രറി ഇന്റിജർ ആണ്. അപ്പൊ ബിയും ഇവിടെ ബി ഫിക്സഡ് ആണ്, പി ഫിക്സഡ് ആണ്. പക്ഷെ ടി ചേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബി പ്ലസ് പി ടി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചോയ്സസിനും ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, എഫ് ഓഫ് ബി പ്ലസ് പി ടി എന്ത് തന്നെയാണ്, പി തന്നെയാണ്. അപ്പൊ ബി പ്ലസ് പി ടിയിൽ ടിക്ക് എന്ത് ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് പി തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ട് ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും? 2 സൊല്യൂഷനെ മാക്സിമം ഉണ്ടാവും. ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും? 3 ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. ഡിഗ്രി 10 ആയിട്ടുള്ള ഒരു പോളിനോമിയലിനോ 10 ഔട്ട്പുട്ടുകളെ ഉണ്ടാവും. പക്ഷെ ഇത് ഡിഗ്രി കെ ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്. ഡിഗ്രി കെ ആയിട്ടുള്ള പോളിനോമിയലാണ്. ഇവിടെ ഔട്ട്പുട്ടായിട്ട് ആര് വന്നുകൊണ്ടിരിക്കുന്നു? പി തന്നെ. ഇൻഫിനിറ്റ് പ്രാവശ്യം ഔട്ട്പുട്ടായിട്ട് പി വന്നുകൊണ്ടേയിരിക്കും. ഇൻഫിനിറ്റ് പ്രാവശ്യം ഔട്ട്പുട്ടായിട്ട് പി വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ഇതിന്റെ മീനിങ് എന്താ? ദിസ് സിംപ്ലൈസ് f takes on the same value infinitely many times. This implies f takes on the same value infinitely many times. എന്തുകൊണ്ടാണ് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് കിട്ടിയേ? ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് കാര്യം സിൻസ് ടി ഈസ് ആർബിട്രറി അല്ലേ. ടി ഒരു ആർബിട്രറി ഇന്റിജർ ആയതുകൊണ്ട് എഫ്
ഈ എഫ് ഓഫ് ബി പ്ലസ് ടി എനിക്ക് ഒരുപാട് വാല്യൂ കിട്ടും അല്ലെ. എഫ് ഓഫ് ബി പ്ലസ് ടിക്ക് എനിക്ക് ഒരുപാട് വാല്യൂസ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പോ ഏത് വാല്യൂ ആയാലും പി തന്നെയാണ് ഔട്ട്പുട്ട്. ബി പ്ലസ് പി ടി എന്ന് വെച്ചാൽ ടിക്ക് ഒരു 1 കൊടുക്കുമ്പോൾ ബി പ്ലസ് പി, ടിക്ക് 2 കൊടുക്കുമ്പോൾ ബി പ്ലസ് 2 പി, ടിക്ക് 3 കൊടുക്കുമ്പോൾ ബി പ്ലസ് 3 പി, ബിക്ക് 4 കൊടുക്കുമ്പോൾ ബി പ്ലസ് 4 പി, ടിക്ക് 5 കൊടുക്കുമ്പോൾ ബി പ്ലസ് 5 പി, ടിയുടെ പ്ലേസിൽ 6 കൊടുക്കുമ്പോൾ ബി പ്ലസ് 6 പി. ടിക്കാണ് ആർബിട്രറി കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസിനും ഔട്ട്പുട്ട് സെയിം പി തന്നെയാണ്. പി തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അതായത് ഇവിടെ ഈ മെഷീനില്, ഈ പോളിനോമിയൽ മെഷീനില് ഇൻപുട്ടായിട്ട് ബി പ്ലസ് പി കൊടുത്താലും ബി പ്ലസ് 2പി കൊടുത്താലും ബി പ്ലസ് 3പി കൊടുത്താലും ബി പ്ലസ് 4പി കൊടുത്താലും എന്ത് കൊടുത്താലും ഔട്ട്പുട്ടായിട്ട് പി മാത്രം കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ത് കൊടുത്താലും ഔട്ട്പുട്ട് പി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പോളിനോമിയൽ 2 ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിന് 2 സൊല്യൂഷൻസ് ഇല്ലേ ഉള്ളൂ. 2 സൊല്യൂഷൻസിൽ കൂടുതലില്ലല്ലോ. ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിന് 3 സൊല്യൂഷനില്ലേ ഉള്ളൂ. 3 സൊല്യൂഷനിൽ കൂടുതൽ വരില്ലല്ലോ. ഡിഗ്രി 5 ആയിട്ടുള്ള പോളിനോമിയലിന് 5 സൊല്യൂഷൻസ് അല്ലേ ഉള്ളൂ. ഡിഗ്രി 10 ആയിട്ടുള്ള പോളിനോമിയലിന് 10 ഔട്ട്പുട്ട്സ് അല്ലേ ഉള്ളൂ. ഡിഗ്രി 100 ആയിട്ടുള്ള പോളിനോമിയലിന് 100 ഔട്ട്പുട്ട്സ് അല്ലേ ഉള്ളൂ. പക്ഷേ ഡിഗ്രി കെ ഒരു ഫൈനൈറ്റ് നമ്പറാണ്. ഡിഗ്രി കെ ആയിട്ടുള്ള പോളിനോമിയലിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഇവിടെ കിട്ടുകയല്ലേ. ശരിയല്ലേ? പക്ഷെ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഡിഗ്രി കെ ആണ്. കെ ആയിട്ടുള്ള പോളിനോമിയലിന് ഒരിക്കലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് കിട്ടത്തില്ല. മാക്സിമം കെ ഔട്ട്പുട്ട്സ് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഔട്ട്പുട്ട്സ് കിട്ടത്തില്ല. അപ്പോ ഇതെന്തല്ലാതായി മാറും? പോളിനോമിയൽ അല്ലാതായി മാറുമ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. അങ്ങനെ കോൺട്രഡിക്ട് ചെയ്യാം. എഴുതിയോ ഇത്? ഈ പേജ് എഴുതിയോ? ഈ പേജ് എഴുതിയോടെ? This implies f takes on the same value infinitely many times since t is arbitrary. Hello? പോയോ നിങ്ങളൊക്കെ? നിങ്ങൾ ക്ലാസ് ഉണ്ടല്ലേ? ക്ലാസ് ഉണ്ട് സർ, 5 മണിക്ക്. ഇപ്പൊ കഴിയും. ഇത് പ്രൂഫ് കഴിയാറായി. അപ്പോ ടി ആർബിട്രറി ആയതുകൊണ്ട് ഇൻഫിനിറ്റി മെനി പ്രാവശ്യം നമുക്ക് പി തന്നെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് സംഭവിക്കാൻ പാടില്ല. കാരണം ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി കെ ആണെങ്കിൽ കെ പ്രാവശ്യം അല്ലെങ്കിൽ കെ റൂട്ട്സ് മാത്രമേ അതിനുണ്ടാകാവൂ. ഇതുപോലെ ഏത് വാല്യൂ കൊടുത്താലും കെ ഔട്ട്പുട്ടുകളെ ഉണ്ടാകാവൂ. നമുക്കിവിടെ ഇൻഫിനിറ്റ് പ്രാവശ്യം പി കിട്ടും. എന്ന് വെച്ചാൽ ഇത് പോളിനോമിയൽ അല്ലാതായി മാറും. But f of n is a polynomial of degree k. So it cannot assume the same value more than k times. അപ്പൊ ഇത് പോളിനോമിയൽ അല്ലാതായി മാറും, which is a contradiction. Hence our assumption is wrong. It is a contradiction. Hence our assumption is wrong. അപ്പൊ അങ്ങനെ ഒരു പോളിനോമിയൽ ഇല്ല. എന്താ? എല്ലായ്പ്പോഴും പി ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ലോകത്തൊരിടത്തും ഇല്ല എന്നാ നമ്മൾ പ്രൂവ് ചെയ്തത്.